സൗഹൃദം പിരിഞ്ഞതോടെ കടുത്ത സൈബർ ആക്രമണം നേരിട്ടു. തിരുവനന്തപുരത്ത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. ഇത് ആദ്യത്തെ സംഭവമല്ല. ഇക്കഴിഞ്ഞ മെയ് 1 മുൻ കാമുകനിൽ നിന്ന് സൈബർ ആക്രമണവും സന്ദേശവും ലഭിച്ചതോടെ കോട്ടയം കടുത്തുരുത്തിയിൽ ആതിര എന്നൊരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തിരുന്നു. പെൺകുട്ടികളെ പോലെ സാരിയും ആഭരണങ്ങളും അണിഞ്ഞ് വീഡിയോ ചെയ്തതിന്റെ പേരിൽ സൈബർ ആക്രമണം നേരിട്ട ഒരു 16-കാരൻ ഉജ്ജയിനിൽ ആത്മഹത്യ ചെയ്തത് ഇക്കഴിഞ്ഞ നവംബർ മാസത്തിലായിരുന്നു. ഇങ്ങനെ നീളുന്നു സൈബർ ആക്രമണങ്ങൾ ജീവനെടുത്തവരുടെ നീണ്ട നിര. മറ്റുള്ളവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്കും സ്വകാര്യതയിലേക്കും കടന്നു കയറുന്നത് ഒരു പൊതു സ്വഭാവമായി മാറിയിരിക്കുകയാണിന്ന്. ഇത് തങ്ങളുടെ അവകാശമാണെന്ന ധാരണയിലാണ് ചിലരെങ്കിലും ഉള്ളത്. എന്നാൽ ഇവരിടുന്ന ഓരോ കമന്റുകളും വരുത്തിവെക്കുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. തങ്ങളിൽ നിന്ന് വരുന്ന വാക്കുകൾ മറ്റുള്ളവരുടെ ജീവൻ എടുക്കുന്നതിന് പോലും കാരണമാകുന്നുവെന്ന് ഇനിയെങ്കിലും ഓർത്താൽ നന്ന്. സോഷ്യൽ മീഡിയയിൽ സജീവ സാന്നിധ്യം, നിരവധി ഫോളോവേഴ്സിനെ കൊണ്ട് സമ്പന്നം, ഇടുന്ന ഓരോ പോസ്റ്റുകൾക്കും നിരവധി ലൈക്കുകൾ, കമന്റുകൾ. സോഷ്യൽ മീഡിയയിൽ സജീവമായ ഒട്ടുമിക്ക ആളുകൾക്കും സുപരിചിതമായ മുഖം. സുഹൃത്തുമായി ബന്ധം പിരിഞ്ഞെന്ന പേരിൽ കടുത്ത സൈബർ ആക്രമണം നേരിട്ടു. നിരന്തരമായ സൈബർ ആക്രമണം താങ്ങാനാകാതെ ആ പെൺകുട്ടി തന്റെ ജീവൻ ഒടുക്കി. നമ്മൾ അറിഞ്ഞും അറിയാതെയുമൊക്കെ നമുക്ക് ചുറ്റും ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കപ്പെടുന്നുണ്ട്. പലതും വാർത്തയാകുന്നു. എന്നാൽ പുറം ലോകം അറിയാതെ പോകുന്ന എത്രയോ അനുഭവങ്ങൾ. നമ്മൾ നിരന്തരം കാണുന്ന ഒട്ടേറെ റീലുകളുടെ കമന്റ് ബോക്സുകൾ തുറന്നാൽ കാണാം കേട്ടാൽ അറയ്ക്കുന്നതും തൊലിയൊരിക്കുന്നതുമായ നിരവധി കമന്റുകൾ. സമൂഹ മാധ്യമങ്ങളിൽ സജീവമായിട്ടുള്ള എല്ലാവരും ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ ഓരോ ദിവസവും ചെറിയൊരു ശതമാനമെങ്കിലും ആക്രമിക്കപ്പെടാറുണ്ട്. ഇത്തരം ആക്രമണങ്ങൾ സൃഷ്ടിക്കുന്ന പ്രത്യാഘാതങ്ങളും വളരെ വലുതാണ്. നമുക്ക് ചുറ്റുമുള്ളവരിൽ ഭൂരിഭാഗവും ഇത്തരം സൈബർ ആക്രമണങ്ങൾ അതിജീവിച്ചിട്ടുള്ളവരാണ്. എന്നാൽ ആരും അതിനെ ഒരു തമാശയെന്നോ സാധാരണ സംഭവമെന്നോ കരുതി തള്ളിക്കളയാൻ തയ്യാറാകില്ല എന്നതാണ് സത്യം. ജീവിതകാലം മുഴുവൻ തങ്ങളുടെ ജീവിതത്തിലെ മോശപ്പെട്ട ഒരു അധ്യായമായി മനസ്സിനെ അത് വേട്ടയാടിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ അതിജീവിക്കാൻ കഴിയാത്ത ചുരുക്കം ചിലരെങ്കിലും ഇതുപോലെ മരണത്തെ കൂട്ടുപിടിക്കാറുണ്ട്. ഇത്തരം സൈബർ കടന്നൽ കൂട്ടങ്ങളോടാണ് മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് ഇടിച്ചു കയറി അവരെ വേട്ടയാടുന്നത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണെന്ന് നിങ്ങൾ കരുതരുത്. ഇത്തരം ആക്രമണങ്ങൾക്കിരയാകുന്നവർ നമുക്ക് അടുപ്പമുള്ളവരോ വേണ്ടപ്പെട്ടവരോ ആണെങ്കിൽ നമ്മൾ പ്രതികരിക്കും, അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും. ഇതേ ആളുകൾ തന്നെ മറ്റൊരാളുടെ വീഡിയോയ്ക്ക് താഴെ ഇത്തരം കമന്റുകൾ വീണ്ടും കുത്തി നിറയ്ക്കാൻ മുന്നിലുണ്ടാകും എന്നതും ചിന്തിപ്പിക്കുന്നതാണ്. ഇനി പൊതുസമൂഹത്തോടൊരു വാക്ക്. ഇത്തരം പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ കൂട്ടുപിടിക്കേണ്ടത് മരണത്തെയല്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ചുറ്റും ഇന്ന് നിയമസാധുതകൾ ഏറെയാണ്. അവശ്യഘട്ടങ്ങളിൽ നിയമസഹായം തേടാനും മടിക്കരുത്. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. ഈ അവബോധം നമ്മൾ ഓരോരുത്തരിലും ഉറപ്പാക്കുകയും നമ്മുടെ വരും തലമുറകളിലേക്ക് പങ്കുവെക്കുകയും ചെയ്യണം.